മാലാഖ എന്ന കഥയുടെ തുടർഭാഗം. ഇനി അന്നയ്ക്ക് നേരെ മറിയ ഉന്നയിച്ച ആരോപണം അച്ഛൻ വരെ വിശ്വസിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആൻ്റണിയെ നോക്കി അച്ഛൻ ചോദിച്ചു, ഇനി എന്താ നിങ്ങളുടെ തീരുമാനം? മാറി താമസിക്കാൻ വച്ചോ? മറിയ ഉടനെ, അങ്ങനെ ചുമ്മാ മാറാൻ പറ്റുമോ? എനിക്കുള്ള വീതം കിട്ടണം. മറിയെ, ആൻ്റണി വിളിച്ചു. അതൊന്നും ചോദിക്കരുത്. എന്നാ ചോദിച്ചാൽ? അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടാക്കിയ സ്വത്ത. അന്ന അച്ഛനോട് പറഞ്ഞു. അച്ഛൻ തീരുമാനിക്കുന്ന പോലെ എന്താണേലും ചെയ്തു. സ്വത്തുക്കൾ 3 വീതം വയ്ക്കാം, അച്ഛൻ പറഞ്ഞു. ലാസറിൻ്റെ പേരിലുണ്ടായിരുന്ന 1 ഏക്കർ കരയും 1 ഏക്കർ നെൽപ്പാടവും ഉണ്ട്. അത് 3 വീതം വെച്ചു. 65 സെൻറ്റ് വീതം. മറിയ എല്ലാം നേടിയതുപോലെ അവിടെ നിന്നും ഒരു യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോയി. തോമസ് നിറകണ്ണുകളോടെ അന്നയെ നോക്കി. അന്നെ അപ്പോൾ തോമസേ എന്ന് വിളിച്ചതും, വേണ്ട, എന്നോടൊന്നും പറയണ്ട. എൻ്റെ ചേച്ചിയമ്മയെ എനിക്കറിയാം. ആരെന്ത് പറഞ്ഞാലും. അന്നയ്ക്ക് ആശ്വാസമായി. നീയെങ്കിലും എന്നെ വിശ്വസിച്ചല്ലോ. ആ സംഭവം ഒരുപാട് പേർ അറിഞ്ഞു. പലരും അന്നയെ കുറ്റപ്പെടുത്തി. മറിയ തന്നെ എല്ലാവരോടും പറഞ്ഞു. കാരണം അവൾ ഇറങ്ങിപ്പോയത് എൻ്റെ കുറ്റം കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ. ഒരിക്കൽ ആൻ്റണി അച്ഛനെ കാണാൻ ചെന്നു. ഞാൻ ഈ നാട്ടുകാരനല്ല, പക്ഷേ വർഷങ്ങളോളം അന്നയെ അറിയാവുന്ന അച്ഛൻ പോലും ആ പാവത്തിനെ കുറ്റക്കാരിയായി കണ്ടു. അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം മറിയ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥകളാണ്. അവൾക്കവിടെ താമസിക്കാൻ കഴിയാഞ്ഞിട്ട്. അന്നയെന്ന ആ സ്ത്രീയെ ഓർത്താണ് ഞാൻ അവളെ വിവാഹം കഴിച്ചത്. അവരിലെ നന്മ അവളിൽ ഉണ്ടാകുമെന്ന് കരുതി. സത്യത്തിൽ അവരെൻ്റെ മുഖത്ത് പോലും ഇതുവരെ നോക്കിയിട്ടില്ല. അവരെ കുറ്റം പറഞ്ഞാൽ കർത്താവ് പോലും പൊറുക്കില്ലച്ച. അത് കേട്ടതും അച്ഛന് വലിയ വിഷമമായി. ഇനി എന്തു ചെയ്യും? ഞാൻ അവളോട് മാപ്പ് പറയാം. അച്ഛൻ, മാപ്പ് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. നാട്ടുകാർ മുഴുവൻ ഈ കാലം കൊണ്ട് ഈ കഥ എല്ലാവരും അറിഞ്ഞു. പള്ളിയിൽ വിളിച്ചു ചൊല്ലാൻ പറ്റുമോ അച്ഛന്? അയാൾ പടിയിറങ്ങിപ്പോയി. അച്ഛൻ അന്നയെ കണ്ടു. അന്ന നന്നായി ക്ഷീണിച്ചിരിക്കുന്നു. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന മുഖം. എന്തു പറ്റി കുഞ്ഞേ നിനക്ക്? എല്ലാം ഞാൻ അറിഞ്ഞു. വൈകിപ്പോയി എങ്കിലും അച്ഛനോട് ക്ഷമിക്കുകയില്ലേ നീ? അയ്യോ, അച്ഛൻ എന്നോട് ക്ഷമ ചോദിക്കേണ്ട. എനിക്കൊരു വിഷമവുമില്ല. എങ്ങനെയെങ്കിലും തോമസിനെ കൂടി ഒന്ന് പ്രാഞ്ചാറാക്കണം, അത്രയേ ഉള്ളൂ. 2-3 വർഷങ്ങൾ കടന്നുപോയി. തോമസ് MSc മാത്സ് ആണ് പഠിക്കുന്നത്. അവൻ്റെ ക്ലാസ്സിലെ എല്ലാ വിവരങ്ങളും അന്നയോട് വന്ന് പറയും. മറിയയ്ക്ക് വീതം കൊടുത്തതോടുകൂടി വരുമാനം കുറഞ്ഞു. വീട്ടുചിലവ്, തോമസിൻ്റെ പഠിത്തവുമൊക്കെ അന്നയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നന്നായി കഷ്ടപ്പെടേണ്ടി വന്നു. നന്നായി ആദായം ലഭിച്ചിരുന്നു പറമ്പാണ് മറിയ ചോദിച്ചു വാങ്ങിയത്. അന്നയ്ക്ക് പഴയതുപോലെയുള്ള ആരോഗ്യവുമില്ല. കാരണം മനപ്രയാസം അവളെ വല്ലാതെയാക്കി. തോമസിൻ്റെ പഠിത്തം കഴിഞ്ഞു. ഇനി എന്തിനാണ് പോകുന്നത്? ഇനി എന്തെങ്കിലും ജോലിക്ക് നോക്കാം. വികാരിയച്ഛൻ പറഞ്ഞു, ഒരു BEd കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് അനുബന്ധ കോഴ്സുകൾ പാസ്സായാൽ കോളേജിൽ ജോലി കിട്ടും. ചേച്ചിയമ്മയെക്കൊണ്ട് ഇനിയും നടക്കുകയില്ല അച്ചു, തോമസ് പറഞ്ഞു. ആ പാവത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. അന്ന ഉടനെ പറഞ്ഞു, അത് സാരമില്ല. അതുകൂടി പഠിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമെങ്കിൽ ഉണ്ടാകട്ടെ. ബാങ്കിലുണ്ടായിരുന്ന പണം കൊടുത്ത് അഡ്മിഷൻ നേടി. പള്ളിപ്പക കോളേജിൽ 2 വർഷം കൊണ്ട് അത് പൂർത്തിയായി. നല്ല മാർക്കോടെയാണ് അവൻ പാസ്സായത്. അച്ഛൻ്റെ ശുപാർശയിൽ പാലാ സെൻറ് തോമസ് കോളേജിൽ ഒരു വേക്കൻസി ഉണ്ടെന്നും കുറച്ച് പണം കൊടുത്താൽ അത് കിട്ടുമെന്നും അറിഞ്ഞു. എന്തു ചെയ്യും? അന്ന നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. വികാരിയച്ഛൻ പറഞ്ഞു, തിരുമേനിയുടെ അടുത്ത ഒരു കത്ത് വാങ്ങിച്ചു തരാം. എങ്ങനെ പോയാലും ഒരു 5 ലക്ഷം രൂപയെങ്കിലും എന്നാലും കൊടുക്കണം. എങ്ങനെയൊക്കെ കുറഞ്ഞാലും. നിങ്ങളുടെ ഗതികേടുകളൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് തുക ഇത്തിരി കുറവായത്. ഒരു വഴിയേ ഞാൻ കാണുന്നുള്ളൂ, അന്ന പറഞ്ഞു. എനിക്ക് തിരിച്ചു തന്ന വസ്തുവിൻ്റെ 10 സെൻറ്റ് വറീത് ചേട്ടൻ്റെ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്നിടം വിൽക്കാം. ആവശ്യം പറയണ്ട. ആവശ്യം പറഞ്ഞാൽ തുക കുറയും. അച്ഛൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു നോക്കട്ടെ വേണോന്ന്. തോമസ് എതിർത്തു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ചേച്ചിയമ്മയുടെ പേർക്കുള്ളതൊന്നും വിൽക്കാൻ. അങ്ങനെ എനിക്കൊന്നും നേടണ്ട. എൻ്റെ പേർക്ക് എഴുതിയിട്ടുണ്ടല്ലോ, അത് വിൽക്കാം. എനിക്ക് ജോലിക്ക് വേണ്ടിയല്ലേ അന്നെ വിലയ്ക്ക്. അത് വേണ്ട. എനിക്കെന്തിനാ കുഞ്ഞേ വസ്തുവൊക്കെ? നീ ഉണ്ടല്ലോ എന്നെ നോക്കാൻ, പിന്നെന്ത് വേണം? അവസാനം 10 സെൻറ്റ് വറീതിന് കൊടുത്തു. സെൻറ്റിന് 50,000 രൂപയ്ക്ക് 5 ലക്ഷം രൂപ കിട്ടി. പിറ്റേന്ന് തന്നെ അച്ഛനെയും കൂട്ടി തോമസ് കോളേജ് മാനേജ്മെൻറ്റിനെ കണ്ട് കാര്യം ഉറപ്പിച്ചു. അടുത്ത ഭാഗം.